അർജുനനെയും കൃഷ്ണനെയും നേരിടാനായി സാക്ഷാൽ ഇന്ദ്രൻ തന്നെ ദേവന്മാരൊപ്പം ആകാശത്ത് വന്നു നിന്നു. ആ മകനെ രക്ഷിക്കാൻ അമ്മ ആ മകനെ വിഴുങ്ങുന്നു. ഈ അമ്മയുടെയും മക്കളുടെയും കഥ ആരുടെയും കരളലിയിക്കുന്നതാണ്. നമസ്കാരം, ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഖാണ്ഡവവനം ദഹിപ്പിക്കുന്നതിനായി അഗ്നി അഭ്യർത്ഥിച്ച കാര്യവും അതിന് തയ്യാറെടുത്ത കാര്യവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഗാണ്ഡീവം എന്ന വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അതിമനോഹരമായ ഒരു രഥവും അതിൽ പൂട്ടാനായി 4 വെള്ളക്കുതിരകളെയും അർജുനന് നൽകുകയും ഒപ്പം ഒരു ചക്രായുധവും ഗദയും കൃഷ്ണന് നൽകുകയും ചെയ്തു. അങ്ങനെ അവർ ഖാണ്ഡവ വനം ദഹിപ്പിക്കാനുള്ള തയ്യാറെടുപ്പായി. മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് വനത്തിൽ നിന്നാണ്. പിന്നീട് അവൻ വനത്തെ മെരുക്കി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇന്ത്യയിൽ വനങ്ങൾ ആക്രമിച്ച് അല്ലെങ്കിൽ വനങ്ങളെ വെട്ടിനിരപ്പാക്കിക്കൊണ്ട് വനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പട്ടണങ്ങൾ പണിയാൻ ഉദ്ദേശിച്ചതിൻ്റെ അല്ലെങ്കിൽ പണിയാൻ തുടങ്ങിയതിൻ്റെ ഒരു ആരംഭമാവാം ഈ ഖാണ്ഡവ ദഹനം എന്ന് പറയുന്നത്. അതിന് 7 വട്ടം നേരത്തെ ശ്രമിച്ചപ്പോൾ പലർ ചേർന്ന് അത് തടസ്സപ്പെടുത്തിയതാവാം ഇന്ദ്രൻ അടക്കമുള്ളവർ അതിനെ എതിർത്തിരുന്നു എന്ന കഥയിൽ തെളിയുന്നത്. ഏതായാലും ചരിത്രത്തിൽ മനുഷ്യൻ ഇത്തരം വനസങ്കേതങ്ങളെ വെട്ടി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പുരങ്ങൾ പണിതുയർത്തിയത്. മനുഷ്യരാശി വികസിക്കുമ്പോൾ അവർക്ക് ഇടങ്ങൾ ആവശ്യമായി വന്നു, സ്വാഭാവികമാണ്. അപ്പോൾ പ്രകൃതിക്ക് കുറച്ചൊക്കെ ദ്രോഹമേൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വന്നിരിക്കാം. ഏതായാലും അർജുനന്റെയും കൃഷ്ണന്റെയും നേതൃത്വത്തിൽ ഖാണ്ഡവ ദഹനം ആരംഭിച്ചു. രഥം 4 പാടും സഞ്ചരിച്ചു. ഓരോ സ്ഥലത്തും രഥം എത്തുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. പല ജീവികളും അതിൽ നിന്ന് ഈ ആളിപ്പടരുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനായി ജീവികൾ പരക്കം പാഞ്ഞു. ആ ജീവികളെയൊക്കെ രഥത്തിൽ എത്തി അർജുനനും കൃഷ്ണനും കൂടി വകവരുത്തുകയുണ്ടായി. ഖാണ്ഡവവനം ദഹിപ്പിക്കുന്ന വാർത്ത ഇന്ദ്രന്റെ സമീപത്തെത്തി. ഇന്ദ്രൻ എല്ലാ ദേവന്മാരുമായി, യമൻ, വരുണൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ദേവന്മാരുമായി ആയുധങ്ങളും എടുത്ത് ആകാശത്ത് അണിനിരന്നു. മഴ പെയ്യിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അർജുനൻ ആ അത്ഭുതകരമായ കൃത്യം നിർവഹിച്ചത്. തൻ്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് ധാരാളം അമ്പുകൾ ഒരേ സമയം പ്രയോഗിച്ചുകൊണ്ട് അർജുനൻ ഖാണ്ഡവ വനത്തിന് മുകളിൽ ഒരു മേലാപ്പ് തന്നെ തീർത്തു. മഴ താഴേക്ക് വീഴാത്ത തരത്തിൽ വലിയ ഒരു മേൽക്കൂര തീർത്തു. അതിന് താഴെ അഗ്നി, സർവം ഭക്ഷകനായ അഗ്നി തൻ്റെ ക്രിയ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ മൃഗങ്ങളും അതിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാഗിണി തൻ്റെ മകനെ, അശ്വസേനൻ എന്ന തൻ്റെ മകനെ രക്ഷിക്കാനായി അവനെ വിഴുങ്ങുന്നു. പക്ഷേ ഈ നാഗിണിയെ അഗ്നി വിഴുങ്ങുന്ന ഘട്ടമെത്തിയപ്പോൾ അവനെ വായിൽ നിന്ന് പുറത്ത് കളയുന്നു. അത് ശരിക്കും കൃഷ്ണൻ ആയുധം കൊണ്ട് ആ നാഗിണിയെ വധിക്കുകയാണ്. എന്നാൽ അശ്വസേനൻ രക്ഷപ്പെടുന്നു. ആ സമയം ഇന്ദ്രൻ ഒരു കാറ്റുണ്ടാക്കി അർജുനനെ മോഹാലസ്യപ്പെടുത്തി അശ്വസേനൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ഈ അശ്വസേനൻ മഹാഭാരത യുദ്ധത്തിൽ കർണനെ സമീപിച്ച് അർജുനനെ കൊല്ലുന്നതിന് വേണ്ടി തന്നെ ആയുധമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരു അമ്പിന്റെ രൂപത്തിൽ അശ്വസേനൻ കർണന്റെ ആയുധശേഖരത്തിലെത്തുകയും അവിടെ കുടിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ അശ്വസേനൻ എന്ന നാഗം നൽകിയ അമ്പ്, അഥവാ ആ നാഗം തന്നെ സ്വയം അമ്പായി മാറിയതാണോ എന്നറിയില്ല. ഏതായാലും ആ അമ്പ് കർണൻ അർജുനന് നേരെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ രഥത്തെ ഒരു നെല്ലിട താഴേക്ക് താഴ്ത്തിക്കൊണ്ട് ആ അമ്പിൽ നിന്ന് അർജുനനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെടുക്കുന്നു. വീണ്ടും ഈ ആയുധവുമായി കർണനെ സമീപിച്ചെങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുള്ള കർണൻ ആ അമ്പ് വീണ്ടും പ്രയോഗിക്കാൻ തയ്യാറാകുന്നില്ല. താൻ എതിരാളിക്ക് നേരെ ഒരു വട്ടം മാത്രമേ ഒരായുധം പ്രയോഗിക്കൂ എന്ന തൻ്റെ ദൃഢനിശ്ചയം ആവർത്തിച്ചുകൊണ്ട് കർണൻ അശ്വസേനനെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഖാണ്ഡവ ദാഹത്തിലെ അല്ലെങ്കിൽ ഖാണ്ഡവ ദഹനത്തിലെ ആ ശത്രുത പിന്നീട് മഹാഭാരത യുദ്ധത്തിന്റെ സമയത്തോളം എത്തുന്നതിന്റെ ചിത്രം കൂടി നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അശ്വസേനൻ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു മയൻ എന്ന് പറയുന്ന അസുരൻ, ഈ അസുരന്റെ നേരെ ശ്രീകൃഷ്ണൻ ആയുധം പ്രയോഗിക്കാൻ ഒരുമ്പെടുന്നു. ഭയന്ന് വിറച്ച മയൻ എന്ന അസുരൻ നേരെ വന്ന് അർജുനന്റെ കാൽക്കൽ വീഴുകയാണ്. എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. അർജുനൻ പറയുന്നു, അഭയം ചോദിച്ചു വരുന്നവരെ
തള്ളിക്കളയുന്നത് ശരിയല്ല. അത് ഭാരതത്തിന്റെ പണ്ടേയുള്ള നിലപാടാണ്. അഭയം ചോദിച്ചു വരുന്നവരെ നമ്മൾ തള്ളിക്കളയാറില്ല. അങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവരെ പുറത്താക്കിയ ചരിത്രം നമുക്കില്ല എന്നുള്ളത് പുരാണ കാലത്തിലേ ഉള്ളതാണ്. അങ്ങനെ അഭയം ചോദിച്ചു വന്ന ആ മയൻ എന്ന അസുരനെ അർജുനൻ രക്ഷിക്കുന്നു. പിന്നീട് 4 ശാർംഗക പക്ഷികളാണ് ആ വലിയ ദഹനത്തിൽ നിന്ന്, ഒരു വനം മൊത്തവും എരിഞ്ഞ ആ ദഹനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ ജനമേജയൻ പറയുന്നു, അല്ലയോ വൈശമ്പായന, ഈ ശാർംഗക പക്ഷികളുടെ ചരിത്രം ഒന്ന് വിശദമായി പറഞ്ഞാലും, എങ്ങനെയാണ് ഈ 4 കുഞ്ഞു പക്ഷികൾ ഈ ദഹനത്തിൽ നിന്ന്, ഈ വലിയ അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന ആ ചരിത്രം ഒന്ന് വിശദമായി പറഞ്ഞാലും. വൈശമ്പായനൻ പറയുന്നു, പണ്ട് മന്ദബാലൻ എന്നു പേരായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം തപസ് അനുഷ്ഠിച്ചു. ഈ തപസ്സൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം നേരെ സ്വർഗലോകത്തേക്ക് എത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പുണ്യപാപങ്ങളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വർഗലോകത്തിന് അർഹതയില്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് സ്വർഗലോകം വിധിച്ചിട്ടില്ല. മന്ദബാലൻ ചോദിക്കുന്നു, ഞാൻ ഇത്രയധികം തപസ് അനുഷ്ഠിച്ചവനാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കാത്തവനാണ്, ആരെയും ദ്രോഹിക്കാത്തവനാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സ്വർഗലോകം ലഭിക്കാത്തത്? അപ്പോൾ ദേവന്മാർ പറയുന്നു, നിനക്കൊരു കടമുണ്ട്, അത് പുത്രന്റെ രൂപത്തിലുള്ള കടമാണ്. നിനക്ക് കുട്ടികളില്ല. എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നറിയപ്പെടുന്നത്. നിനക്ക് ആ ഒരു കടമുണ്ട്. നീ പോയി സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചിട്ട് വന്നാൽ മാത്രമേ നിനക്ക് സ്വർഗലോകം ലഭിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് മന്ദബാലൻ ചിന്തിക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് പക്ഷികളെയാണ്. ആ പക്ഷികളാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജീവിതചര്യ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം ഒരു ശാർംഗക പക്ഷിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എത്തുകയും ഒരു ശാർംഗക പക്ഷിയുമായി, ജരിത എന്ന ശാർംഗക പക്ഷിയുമായി ഇണചേരുകയും അതിൽ 4 മുട്ടകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ജരിതയ്ക്ക് 4 മുട്ട ഉണ്ടായി കഴിഞ്ഞപ്പോൾ മന്ദബാലൻ പക്ഷേ അവരെ ഉപേക്ഷിച്ച് ലപിത എന്ന മറ്റൊരു പെൺപക്ഷിയുമായി പോവുകയാണ് ഉണ്ടായത്. ഈ മക്കളെ പരിപാലിക്കേണ്ട ചുമതല മുഴുവൻ ജരിതയ്ക്കായി. ആ സമയത്താണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. വളരെ ഹൃദയഹാരിയായ, അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതായ, ഒടുവിൽ ഒരു ശുഭാപ്തിയിലുള്ള ശുഭാപ്തി പര്യവസായിയായ ഒരു കഥയാണ് ജരിതയും മക്കളും എന്ന ഈ കഥ. നമ്മളൊക്കെ പലപ്പോഴും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കഥയാണ് ജരിതയുടെയും മക്കളുടെയും. അങ്ങനെ ആ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി മരത്തിൻ്റെ ചില്ലയിൽ കൂടിൽ അവരിയ്ക്കുമ്പോഴാണ് 4 പാടും അഗ്നി പടർന്നു പിടിക്കുന്നത് കാണുന്നത്. ജരിത വിലപിക്കുകയാണ്, ഞാൻ ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ. ഇതാ നിങ്ങളുടെ അച്ഛനായ മന്ദബാലൻ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺപക്ഷിയോടൊപ്പം താമസിക്കാനായി പോയിരിക്കുന്നു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളായ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിൽ ആരെയാണ് ആദ്യം രക്ഷിക്കുക? ഏറ്റവും മൂത്തവനായ ജരിതാരിയെയാണോ ഞാൻ രക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുക? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും ഈ അഗ്നിക്ക് കീഴടങ്ങട്ടെ എന്നൊക്കെ ജരിത വിലപിക്കുകയാണ്. അപ്പോൾ ആ മക്കൾ അമ്മയോട് പറയുന്നു, അമ്മേ, നീ ചെറുപ്പമാണ്, നിനക്കിനിയും ഭർതൃ സംസർഗത്തിന് അവസരമുണ്ട്. നീ ഞങ്ങളോടൊപ്പം ഇവിടെ കിടക്കാതെ നീ പറന്ന് രക്ഷപ്പെടണം. ഞങ്ങൾക്ക് പറക്കാൻ ചിറകില്ല, ശരീരം വളർച്ച മുറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറക്കാനാവില്ല. നീ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നിനക്ക് മറ്റ് ആരെയെങ്കിലും വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നതിനും അങ്ങനെ വംശം നിലനിർത്താനും സാധിക്കും. അപ്പോൾ ആ അമ്മ പറയുന്നു, മക്കളെ, ഇവിടെ താഴെ ഒരു പെരിച്ചാഴിയുടെ, ഒരു എലിയുടെ മടയുണ്ട്, ഞാൻ നിങ്ങളെ ആ എലിമടയിൽ ആക്കിയിട്ട് പോകാം. പക്ഷേ ആ മക്കൾ സമ്മതിക്കുന്നില്ല. അല്ലയോ അമ്മേ, ഞങ്ങൾ വെറും മാംസപിണ്ഡങ്ങളാണ്, നടക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. ഞങ്ങളെ ഈ എലിമടയിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശന്നിരിക്കുന്ന ആ എലികൾ ഞങ്ങളെ പിടിച്ചു തിന്നും. അതിലും എത്രയോ ഭേദമാണമ്മേ അഗ്നിയിൽ പെട്ട് മരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അഗ്നിയിൽ പെട്ട് മരിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ആ അമ്മ പറയുന്നു, അങ്ങനെയല്ല മക്കളെ, ഈ എലിയെ ഒരു പരുന്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ കണ്ടതാണ്. അവിടെ എലിയില്ല, അവിടെ ശൂന്യമാണ്. പക്ഷെ മക്കൾ സമ്മതിക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും അവിടെ മറ്റെലികൾ കാണും. അതൊരു ഭാഗ്യപരീക്ഷണമാണ്, അതിന് ഞങ്ങൾ വഴങ്ങാൻ തയ്യാറല്ല. ഒടുവിൽ മനസ്സോടെ ജരിത തൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതയാകുന്നു. ആ കഥ എഴുത്തച്ഛനൊക്കെ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. കുറച്ചു ദൂരം പറന്നു പോവുകയും വീണ്ടും തിരിച്ചു വരികയും വീണ്ടും മക്കളെ ചേർത്ത് പിടിക്കുകയും ഒടുവിൽ അവസാനം ഗത്യന്തരമില്ലാതെ
മക്കളെ ഉപേക്ഷിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് പോകുന്ന ജരിതയുടെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ലോകമെങ്ങും യുദ്ധവും മറ്റ് അതുപോലെയുള്ള കെടുതികളും നടക്കുമ്പോൾ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അമ്മമാരുടെ വേദനയാണ്. അമ്മമാരുടെ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. തൻ്റെ മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ വേദനയോളം വലുതായ മറ്റൊരു വേദനയും ലോകത്തിലില്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇവിടെ ജരിത മക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. മന്ദബാലൻ എന്ന ഈ മഹർഷി അഗ്നി പടർന്നു പിടിക്കുന്നത് കണ്ടപ്പോൾ അഗ്നിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, തൻ്റെ മക്കൾ ഖാണ്ഡവവനത്തിലുണ്ട്, അതുകൊണ്ട് അവരെ ഉപദ്രവിക്കരുതേ എന്ന് അഗ്നിയെ സ്തുതിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തി അഭ്യർത്ഥിക്കുകയും അഗ്നി അപ്രകാരമാകട്ടെ എന്ന വരം മന്ദബാലന് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ 4 മക്കളും അഗ്നിയിൽ നിന്ന്, ആ 4 പക്ഷിക്കുഞ്ഞുങ്ങൾ, ശർങ്ങക പക്ഷികൾ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ അഗ്നി ആളിപ്പടരുമ്പോൾ ലഭിതയോടൊപ്പം ഇരിക്കുന്ന മന്ദബാലന് തൻ്റെ മക്കളെക്കുറിച്ചോർത്ത് വല്ലാതെ ഉത്കണ്ഠ തോന്നുന്നു. ഈ ഉത്കണ്ഠ കണ്ടിട്ട് ലഭിത പറയുന്നു, സ്വാഭാവികമായ കിടമത്സരം, 2 സ്ത്രീകൾക്കിടയിലുണ്ടായ കിടമത്സരമായിരിക്കാം. ലഭിത പറയുന്നു, നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ ആ മക്കളെക്കുറിച്ചും ആ ഭാര്യയെക്കുറിച്ചുമാണ് ചിന്ത, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോകണം എന്ന് പറയുന്നു. ഈ മന്ദബാലൻ പറയുന്നു, ഞാൻ ധർമ്മത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സന്താനങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാതെ കാമത്തിനു വേണ്ടിയല്ല. നിന്റെ ഇഷ്ടമതാണെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ലഭിതയെ ഉപേക്ഷിച്ച് മന്ദബാലൻ തിരികെ മക്കളുടെ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അങ്ങനെ എത്തുന്ന മന്ദബാലനെ ജരിത ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയല്ല ചെയ്തത്. നല്ല 2 വർത്താനം പറഞ്ഞു തന്നെയാണ് മന്ദബാലനെ സ്വീകരിക്കുന്നത്. ആപത്തിൽ ഉപേക്ഷിച്ചു പോയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ മന്ദബാലൻ താൻ അഗ്നിയോട് നടത്തിയ അഭ്യർത്ഥനയും താൻ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച വിധവുമൊക്കെ പറയുകയും ഏതായാലും ആ കുടുംബം വീണ്ടും കൂടിച്ചേരുകയും അങ്ങനെ ശുഭപര്യവസായിയായി ഈ കഥ മാറുകയുമാണ് ഉണ്ടായത്. ഏതായാലും ഖണ്ഡവദഹനം നടന്നു. അതിൽ രക്ഷപ്പെട്ടത് ഈ 4 പക്ഷിക്കുഞ്ഞുങ്ങളും മയൻ എന്ന അസുരനും അശ്വസേനൻ എന്ന ഒരു നാഗവും മാത്രമായിരുന്നു. ബാക്കി പൂർണ്ണമായും ഖണ്ഡവവനത്തെ അഗ്നി ദഹിപ്പിച്ച് നിരപ്പാക്കി. അവിടെ അങ്ങനെ അഗ്നിയുടെ ആ അജീർണം അല്ലെങ്കിൽ ദഹനക്കേട് മാറുകയും ചെയ്തു. പിന്നീട് അവിടെ വലിയൊരു കൊട്ടാരം അല്ലെങ്കിൽ വലിയൊരു സഭ ഉയരുകയാണ്. ആരാണ് ആ സഭ പണിഞ്ഞത്? എന്തൊക്കെയായിരുന്നു ആ സഭയുടെ വിശേഷങ്ങൾ? ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.